ഇവിടെ ഇരിക്കുന്നവരും പൊതുവെ ക്രിസ്ത്യാനി. ഡേറ്റ ബ്രദറെ, നമ്മുടെ ഡേറ്റ മാസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ മാസ്റ്റർ പറയും ഫോൺ കൺസപ്ഷൻ ഹിസ്റ്ററി, അതിന്റെ ഡേറ്റ എന്ന് പറഞ്ഞാട്ടെ JCB. അബ്രഹാം പോയോ ജിബോറെ? ഉണ്ട്. എബ്രഹാം ഇവിടെ ഉണ്ട്. അബ്രഹാം പറഞ്ഞു പ്രവാചകൻ ഈ മറ്റേ മോശയുടെ ഒരു കൽപ്പന പോലും പാലിച്ചിട്ടില്ല. ബൈബിളിലെ ദൈവം ആ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒരു കൽപ്പന പാലിച്ചിട്ടുണ്ടോ? ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഞാൻ അതിനു മുമ്പ് കുറെ ഇയാൾ ആരാ? ഞാൻ വായിച്ചിട്ട് ഞാൻ 100 പ്രാവശ്യം വായിച്ചു. താങ്കൾ ഗബ്ബർ സിംഗ്. ഇത് നമ്മുടെ പുള്ളിയുടെ പേര് പറഞ്ഞ ഇവര് ID മാറ്റുന്ന പരിപാടി. ഞാൻ ഇവിടുന്ന രീതിക്ക് ഇപ്പൊ വന്നു കയറിയതല്ലേ ഉള്ളൂ. ആ സൈഡിലേക്ക് ചെയർ മാറ്റിയിട്ട് അപ്പുറത്തിരിക്കും. ഞാനിവിടെ ഇത് കൊടുക്കട്ടെ, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ അബ്രഹാം ബ്രദറെ, കൊടുക്കട്ടെന്ന്. കിട്ടിയ സമയം ഇനിയല്ലേ ഓടിപ്പോവും. അല്ല, ഞാൻ അതിനു മുമ്പ് കുറെ കാര്യം പറഞ്ഞായിരുന്നു. ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മിത്താണ്, ഇദ്ദേഹത്തിനും ഖുറാനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് കേട്ടാവോ? അല്ല, മിത്താണെന്നുള്ള യേശു ഒരു മിത്താണെന്നുള്ളതാണ്. കാരണം 16ഓളം ആളുകൾ കുരിശിൽ മരിച്ചു. ഇതൊരു ഗ്രീക്ക് മിത്തോളജിയാണ് യേശു. ചോദിച്ചതിന് ഉത്തരം പറയേ. മുഹമ്മദ് എനിക്കറിയേണ്ടത് ജീവിച്ചിരുന്നു. യേശുക്രിസ്തു ജീവിച്ചിരുന്ന 16ഓളം ആളുകൾ, അതൊരു പാടുള്ള 16 മുഹമ്മദ് ഈ ബൈബിൾ ദൈവം ഏതെങ്കിലും ഒരു കൽപ്പന പാലിച്ചിട്ടുണ്ടോ? ബൈബിളില് 10 കൽപ്പന ഏതെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടോ? ഇയാള് ബൈബിള് വായിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് ബ്രദർ, ഇയാള് ബൈബിള് വായിച്ചിട്ടുണ്ടോ? എനിക്ക് ബൈബിള് മനപ്പാടാണ്, കാണാതറിയാം. ദാവീദിന്റെ പിതാവിന്റെ പേരെന്താണ്? ദാവീദിന്റെ പിതാവിന്റെ പേര് ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം. ഒരു മിനിറ്റാ? മനപ്പാടായ ആളിപ്പോ മിനിറ്റ് വേണം. അത് പെട്ടെന്ന് കിട്ടോ എന്റെ സിസ്റ്ററെ? അതെന്താ? അത് ഗൂഗിൾ ചെയ്യണോ? അല്ലേ, ഗൂഗിൾ ചെയ്യണ്ട. ജസ്നയുടെ പണി നോക്ക്, പോയി പണി നോക്ക്. ജസ്ന ദാവീദിന്റെ പിതാവ്. അല്ല ഷാ, നിങ്ങളുടെ ഈ വിട്ടി കോമരങ്ങളാകാതെ, കോമരങ്ങളാകാതെ. ഇവിടെ ഇന്നലെ ഷായ മൂവ് ചെയ്യില്ലായിരുന്നു, അവിടെ നിർത്തി സംസാരിക്കണമായിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങളുടെ ക്ലബിൽ വന്നിട്ട് നിങ്ങളുടെ വാക്യങ്ങളെ നിങ്ങൾ വളച്ചൊടിച്ചാണ് പറഞ്ഞത്. ഈ സെറ്റപ്പ് കേസ്, മുഹമ്മദിന്റെ സെറ്റപ്പ് കേസ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ തലയിലോട്ട് വെക്കാൻ ഇത് ചെയ്യുന്നതുകൊണ്ടല്ലോ, നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭ്രാന്തൻ മനസ്സ് ഉള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ ബൈബിള് വെച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അയാളെ എന്ത് പൊട്ടനാന്ന് ആലോചിച്ച് നോക്കിയേ. ജീസസ് മിത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾട്ടിന് എന്തെങ്കിലും ഒരു എക്സിസ്റ്റൻസ് എങ്കിലും ഉണ്ടോ? അവരുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും എന്തെങ്കിലും എക്സിസ്റ്റൻസ് ഉണ്ടോ? തലയ്ക്ക് ശകലെങ്കിലും വെളിവ് വേണ്ടേ ഒരു കാര്യം വാദിക്കുമ്പോ? അത് ഫ്രസ്ട്രേഷനാ ജെസി ബ്രദറെ. ഇപ്പൊ മുഹമ്മദിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ജീസസിനെ നമുക്ക് മിത്താക്കിയേക്കാം. എന്റെ പൊന്ന്, 16 പേരിൽ നിങ്ങൾ 2 പേര് ഇത് ചെയ്ത് അതിന്റെ ഒന്ന് തെളിവിട്ടേന്ന്. പോയിന്റ് അതല്ല. അദ്ദേഹത്തിന് ആ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റാത്തോണ്ട് തൂക്കോ ഫാലസി അടിക്കുകയാണ്. ഓക്കെ, ഷാ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞങ്ങൾ അതായത് ജീസസിന്റെ ഹിസ്റ്റോറിസിറ്റി എപ്പോ വേണമെങ്കിലും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായല്ലോ? നിങ്ങളോട് മാത്രമല്ല, എത്തീസ്റ്റുകളോട് ഞങ്ങൾക്ക് ഇത് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലായോ? നിങ്ങൾ ആദ്യം മുഹമ്മദിന്റെ ഹിസ്റ്റോറിസിറ്റി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുക സെക്യുലർ സോഴ്സിൽ നിന്ന്. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ആൻസർ ചെയ്യാൻ. കയറുക, ധൈര്യം ഉണ്ടെങ്കിൽ കയറുക. അല്ല, ഈ യേശുക്രിസ്തു മിത്താണെന്ന് വാസ്തവത്തിൽ ഇപ്പൊ ഈ വന്ന ഷാ, അത് ഇവിടെ ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കൽപ്പന പാലിച്ചിട്ടുണ്ടോ? താങ്കൾ അവിടെ നിർത്ത ഇദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യണേ. അതായത് ഈ ഷായെ പോലെയുള്ളവര്
സാധാരണക്കാരായ ആളുകൾ, അതായത് ഇന്ന് പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ക്ലബ്ബോസും മറ്റൊക്കെ ഇസ്ലാം മത പണ്ഡിതന്മാര് ജീവനം കൊണ്ട് പലായനം ചെയ്തിരിക്കുക. പിന്നെ വരുന്നവരായ ചില ആളുകൾ, അവർക്ക് ആശയങ്ങളില്ല, പിന്നെ അവർ കിട്ടുന്നെടുത്തിട്ട് പ്രതിരോധിക്കുക. അപ്പൊ ആ ഒരു പ്രതിരോധം നമ്മളിവിടെ കണ്ടത്. സത്യത്തിൽ നമ്മളിവിടെ സംസാരിക്കുന്നതിനെ ഖണ്ഡിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ആശയങ്ങളോ അല്ലെങ്കിൽ ആശയപരമായ ആയുധങ്ങളോ ഇല്ല. പിന്നെ വിജയത്തിന് വേണ്ടിയാണ് യേശു വിത്താണ് 10 കൽപ്പനയിൽ ആര് പറയുന്നത്, എന്തൊക്കെയോ അത് വിളിച്ചു പറയുക. ഇവിടെ കാര്യകാരണ സഹിതം, അതായത് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കാരണങ്ങളെ കുറിച്ചും കൃത്യമായ തെളിവ് സഹിതം ഇവിടെ സംസാരിക്കും. അപ്പൊ യേശുക്രിസ്തു വിത്താണെന്ന് ഇസ്ലാമിലെ ഒരു പണ്ഡിതനും പറയത്തില്ല, ഇസ്ലാം മതവിശ്വാസികൾ ആരും തന്നെ പറയത്തില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശുവാണ് പറയുന്നത്. മരിച്ച അനവധി ആളുകളുണ്ട്, അതാണ് കേൾക്കണ്ട സുഹൃത്തെ, വേളം ഉണ്ടാക്കാതെ. താങ്കളത്തിന് ഇടയ്ക്ക് കയറുന്നേ എന്താ ഇത്ര വലിയ ആവേശം? എല്ലാ വിഷയം വരാൻ ചർച്ചയുണ്ട്. ചർച്ചയിലേക്ക് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാതെ താങ്കൾ പറയൂ, ആ വിഷയം വെച്ച് ഇപ്പൊ സമ്പാദിക്കാം. ഞാൻ നിർത്താം. ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു. അതായത് നിങ്ങളോട് മിസ്റ്റർ ഷറഫു, നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്താൽ ജീസസിന്റെ ഹിസ്റ്റോറിസിറ്റി ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. വി അക്സെപ്റ്റ് ദ ചലഞ്ച്. നിങ്ങൾ ആദ്യം എബ്രഹാം ബ്രദറിന്റെ ഒരു ചോദ്യം ആൻസർ ചെയ്യൂ, അതിനുശേഷം നിങ്ങൾ പറയുന്ന 2 ചോദ്യം ഞങ്ങൾ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ആദ്യം ആ ചോദ്യം ഒന്ന് അഡ്രസ് ചെയ്യും. എബ്രഹാം ബ്രദർ, ആ ചോദ്യം ഒന്ന് ചോദിച്ചേ. അവിടെ ചോദ്യം ചോദിക്കാൻ ഞാൻ അവിടെ റൂം ഇടും. ചോദ്യം സിമ്പിൾ. ചോദിച്ച ചോദ്യം, ബൈബിൾ ദൈവ ഏതെങ്കിലും ഒരു കൽപ്പന മുഹമ്മദ് നബി ജീവിച്ചിരുന്നു. ഇവിടെ എന്തുവാ ടൈറ്റിൽ, എന്തുവാ? ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് ആ ബൈബിളിലെ കാര്യം പറയുന്നു പറഞ്ഞു. ജെ സി ബ്രദർ പറഞ്ഞില്ല, ഒന്നല്ല നിങ്ങൾക്ക് ബൈബിൾ എടുക്കാൻ പേടിയാണ്. ടൈറ്റിൽ എന്തുവാ? അല്ല, ബൈബിൾ തുറന്നാൽ നിങ്ങളുടെ മതം പൊടിഞ്ഞ്, കാരണം നിങ്ങൾക്ക് അതിനെ ദൈവത്തെ ഷാ പോയി താഴെ ഇരുന്ന് കേൾക്കുക. ഞാൻ ആ ഷായ എടുത്തതും ഞാൻ തന്നെ വെളിയിലോട്ട് കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ, നിങ്ങളുടെ വെപ്രാളം ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. എബ്രഹാം ബ്രദർ സംസാരിക്കും. അല്ല, ഈ വീരവാദം ഒന്നും നടക്കത്തില്ല സഹോദര. ഒരു ഇത് പറയുന്നോണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പേടിയാണ്. ഇതൊക്കെ എന്തുവാ സഹോദര? ഇതൊക്കെ ചുമ്മാ തർക്കിക്കാൻ വേണ്ടിയുള്ള സംഭവമല്ലേ? നമുക്ക് സിവിലായിട്ട് ചർച്ച ചെയ്യാം. അല്ല എബ്രഹാം ബ്രദറെ, നമുക്ക് ഡേറ്റ ഉണ്ട് വെക്കാന്. 2-2.5 വർഷമായിട്ട് ക്ലബ് ഹൗസിൽ ഈ റൂം റൺ ചെയ്തിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് ബൈബിളിൽ നിന്ന് സംശയം ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാരലായിട്ട് 100 കണക്കിന് 200 കണക്കിന് റൂംസ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, ആർക്കും എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആർക്കും ഭയപ്പെടാനില്ല. മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു റൂം ഉണ്ടോ സുഹൃത്തെ? ഇല്ലാന്ന് മാത്രമല്ല, ഇപ്പത്തെ കോലമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടോ, ഒന്നും പറയിക്കണ്ട കേട്ടോ. ഇവിടെ വന്നിട്ട് മറ്റേ റൂമിന്റെ, അതായത് 4 പേര് 10 പേരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് ലിങ്ക് ഇട്ടിട്ട് പോകാനുള്ള തക്കിയൊക്കെ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, ആദ്യം 46 ഫേക്ക് ID വെച്ചിട്ട് ഒരു 50 പേരെ തികയ്ക്ക്. നിങ്ങളുടെ റൂമിന്റെ ടൈറ്റിലായിരുന്നല്ലോ 46 ഫേക്ക് ID വെച്ച് അച്ഛൻ കുഞ്ഞിന്റെ റൂമിനെ പൂട്ടിച്ച ആൾക്ക് അഭിവാദ്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങളുടെ ആശയ നിലവാരം. നിങ്ങളുടെ നിലവാരം ഇതാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതൊക്കെ പറ്റൂ. അപ്പൊ ആദ്യം സ്വന്തം റൂമിൽ 10 പേരെ തികച്ച് കയറ്റാൻ നോക്കുക, എന്നിട്ട് സംസാരിക്കാം. താങ്ക് യു.